എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു 5.1 ഡോൾബി DTS ആംപ്ലിഫയർ ആണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡയൽ മാറ്റ് ബ്ലാക്കും പിന്നെ ഡിസ്പ്ലേ വന്ന അവിടെ ഗ്ലോസിയും പിന്നെ അതിൻ്റെ ബാക്ക് ഷീറ്റായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റെഡ് കളർ ഷീറ്റുമാണ്. പിന്നെ സെൻറ്ററിലായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ആ റെഡ് ബാക്ക് ഷീറ്റിൻ്റെ ഇത് കളർ വരും. അപ്പോൾ അത് കാണാനുണ്ട് ഭംഗിയാണ്. ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 27027 12012 27027 6 ആംപിയറിലും 12012 ആംപിയറിലും ആണ് നമ്മൾ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിയോസിൻ്റെ 5.1 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമ്മുടെ ഓഡിയോസിൻ്റെ ബോർഡാണ്. പിന്നെ ടിപ്പിൻ്റെ ബോർഡ് നമ്മുടെ ഓൺ ബോർഡ് തന്നെയാണ്. ടിപ്പിൻ്റെ 100 വാട്ട് വരുന്ന ബോർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് TDA സീരീസിൻ്റെ IC ആണ്. TDA 7265 എന്ന 3 IC ഉപയോഗിച്ചിട്ടുള്ള 5 ചാനൽ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് FT003യും അതേപോലെ തന്നെ അതിൻ്റെ തന്നെ കോമ്പിനേഷനായിട്ടുള്ള ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റുമാണ് അതിൽ ലിങ്ക് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് റിസൾട്ട് അപാരമായിട്ടുള്ളൊരു ക്വാളിറ്റി ആയിരുന്നു. 7265 പൊതുവേ അറിയുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയുടെ ഒരു എന്താ പറയുക ഗാംഭീര്യം, ആ IC എന്ന് വരുന്ന ഓരോ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്നുള്ളത്. പിന്നെ ഈ കോമ്പിനേഷൻ നമ്മളൊരു സ്ഥിരം ചെയ്യുന്ന കോമ്പിനേഷനാണ്. 7265യുടെ 5 ചാനലും ടിപ്പ് സബ്ബായിട്ടും 100 വാട്ട് ഒരു വീട്ടിലേക്ക് ധാരാളം, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ആസ്വദിക്കാനും പറ്റിയിട്ടായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു ഔട്ട്പുട്ട് ഇതിന് ലഭ്യമാണ്. 100 വാട്ടൊക്കെ ചാനൽ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി പോലും വീട്ടിൽ കേൾക്കാറില്ലെന്നാണ് വാസ്തവം. ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തായിരിക്കുന്നത് കോസ്റ്റും എഫക്റ്റീവ് ആയിരിക്കും, ക്വാളിറ്റിയും ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ TDA സീരീസ് എന്തായാലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന 6 ഇഞ്ചിൻ്റെ ബുക്ക് ഷെൽഫാണ്, 2 എണ്ണം ഫ്രണ്ട് FLFR ആയിട്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ചാനൽ 2 4 ഇഞ്ച്, പിന്നെ വരുന്നത് റിയറും നമ്മൾ ചെയ്തിരിക്കുന്നത് 4 ഇഞ്ച് 40 വാട്ട് വെച്ചിട്ടാണ്. സബ് നമ്മൾ ചെയ്തിരിക്കുന്നത് 10 ഇഞ്ച് മാഗ്നറ്റ് സബ്ബാണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇന്നേർ നമ്മളൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അത് ആ ഫിങ്സിലൂടെ പോയി ഔട്ടർ ഒരു ഫാൻ ഉണ്ട്, അതിലേക്ക് നേരെ ഔട്ട് ചെയ്ത് പോകും. അപ്പം ഹീറ്റ് ഡെസിപ്പേഷനും നമ്മൾ അതനുസരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷം. നമ്മളിത് ചെയ്ത് ഭയങ്കര ധൃതിയോടെ എടുത്ത വീഡിയോ ആണ്. ഇത് ചെയ്തപ്പോൾ തന്നെ കസ്റ്റമർക്ക് ഡെലിവറി ആയിരുന്നു. അധികം നേരം ഒന്നും നമുക്കത് ആസ്വദിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള വാസ്തവം. അങ്ങനെ ഓടിപ്പിടിച്ചെടുത്ത വീഡിയോ ആണ്. പിന്നെ വേറെ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് പറയാനില്ല. നല്ല രീതിയിലാണ് അത് ചെയ്തേക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടായാലും നമ്മൾ അനാവശ്യമായ ലെറ്ററിങ്സൊക്കെ ഒഴിവാക്കി. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടായാലും കാണാൻ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നന്ദി.